നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ലഹരി വിരുദ്ധത്തിന് എതിരായിട്ട് ഇദ്ദേഹം കോഴിക്കോടിലാണ്. പുത്തഞ്ചേരി. സാറിന്റെ പേര്? പുത്തഞ്ചേരി. സാറ് പേര്? എന്റെ പേര് അഭിലാഷ്. അപ്പൊ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കേരളത്തിലെ എല്ലാ ജില്ലകളും കവർ ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുക, അല്ലെങ്കിൽ അതിന് ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ് ഈ യാത്രയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ യാദൃശ്യമായിട്ട് ഇന്ന് നമ്മുടെ ഓഫീസിന്റെ വാതിക്കൽ വരികയും അദ്ദേഹം ഇതിലൂടെ കടന്നു പോകുന്ന സമയത്ത് അല്പം വിശ്രമിക്കാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് തോന്നി. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഒരു നമ്മുടെ എക്സൈസ് ഓഫീസറായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓട്ടം എന്നുള്ളതിലൂടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനായിട്ട് സംഘടിപ്പിച്ചതിൽ നമ്മൾ അത് ഷൂട്ട് ചെയ്തു. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം വന്നപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഇന്നൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. സാറിന്റെ പേര്? അഭിലാഷ്. എന്റെ പേര് അഭിലാഷ്. സ്വദേശം കോഴിക്കോട് ജില്ലയിലെ പുത്തഞ്ചേരി. അത് ശരി. അപ്പൊ നമുക്കിത് ഇങ്ങനൊരു യാത്ര ചെയ്യാനുള്ള പ്രചോദനം കിട്ടിയ ഇങ്ങനെ ഒരു യാത്ര ചെയ്യാനുള്ള പ്രചോദനം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു അധ്യാപകനാണ്. സന്തോഷം. അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മുടെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അതിലുപരി ഞാനൊരു സഞ്ചാരി കൂടിയാണ്. ഒരു 6 മാസം മുമ്പ് ഒരു 22 ദിവസം എടുത്തിട്ട് കേരളം മൊത്തം സൈക്കിളിൽ സഞ്ചരിച്ച ഒരു അനുഭവം ഉണ്ട്. അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ 5 സ്റ്റേറ്റുകളിലും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു 26 ദിവസം ഒരു ഉത്തരേന്ത്യൻ യാത്രയിലായിരുന്നു. കഴിഞ്ഞ ഒരു വിഷുവിന്റെ 2 ദിവസം മുമ്പേ തിരിച്ചു വന്നു. അപ്പൊ ഈ യാത്രയിലൂടെ ലക്ഷ്യമൊക്കെ എന്താണ് നമുക്ക് യാത്രയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുപരിചിതമല്ലാത്ത ആളുകളെയും സംസ്കാരത്തെയും പഠിക്കാം, കുറച്ചൊക്കെ പഠിക്കുക, നമുക്ക് കാണുക, കണ്ട് മനസ്സിലാക്കുക. അതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ നമ്മുടെ ഓരോ യാത്രയിൽ കണ്ട് മനസ്സിലാക്കുമ്പോ നമുക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ ഓരോ രീതിയിലായിരിക്കും സാംസ്കാരിക രീതികളാണ്. അപ്പൊ അത് ജനങ്ങളിലേക്ക് അതിൻ്റെതായിട്ടുള്ള അറിവ് കൊടുക്കാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ട്. അതായത് അവർക്കൊരു ഇതിന്റെ ഭാഗം സാറിന്റെ അറിവിൽ നിന്ന് മറ്റുള്ളവർക്ക് പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തില് വല്ല ബുക്സ് ആയിട്ടോ അല്ല ഇന്റർവ്യൂ ആയിട്ടോ കൊടുക്കാറുണ്ട്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരിൽ നിന്നും എനിക്കെന്തെങ്കിലും കിട്ടാൻ പക്ഷെ നമുക്ക് അവരിൽ നിന്ന് കിട്ടുക നമ്മൾ പഠിക്കാൻ വേണ്ടി പോകും. പക്ഷെ ഇത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ എന്തെങ്കിലും വല്ല ബുക്കായിട്ടോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിലൊക്കെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകത ഞാൻ പരിചയപ്പെടുത്തുന്ന പറയുമ്പോൾ ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം എന്റെ മേഖലയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അവരിവിടുത്തെ വിദ്യാഭ്യാസ രീതികളെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതൊക്കെ കമ്മിയാണ് സൗകര്യങ്ങളും കാര്യങ്ങളും. അപ്പൊ ഞാൻ ഇവിടുത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ചും പിന്നെ ആരോഗ്യ സംവിധാനത്തെ കുറിച്ചും നമ്മുടെ പൊതുമേഖല ഭയങ്കര സ്ട്രോങ് ആണല്ലോ കേരളത്തിൽ. അതിനെ പറ്റിയൊക്കെ എന്ന് പറഞ്ഞാല് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അല്ല, അത് വലിയ കാര്യമാണ്. അതെ. കാരണം നമ്മുടെ ചില സിസ്റ്റം അവർക്ക് ഫോളോ അപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും ഇതുകൂടെ തന്നെ യാത്ര ചെയ്യും. അതിനോടൊപ്പം ഈ ലഹരി കൂടുതലും എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഉപയോഗം കൂടുതൽ. തീർച്ചയായിട്ടും. അപ്പൊ അതിന് ബോധവൽക്കരണം കൊണ്ട് സാധ്യമാകും. ഇപ്പൊ നിയമം കൊണ്ടൊക്കെ പരിധി വരെ നിൽക്കാൻ പറ്റും. ഇപ്പൊ ഓരോ കുട്ടികളാണെങ്കിലും സ്വയം ചിന്തിച്ചുകൊണ്ട് അവരിൽ നിന്ന് പിന്നോക്കം മാറുക എന്നുള്ളതാണ്. അപ്പൊ അത്തരം ഓരോ സന്ദേശങ്ങൾ കൊടുക്കുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ എന്തെങ്കിലും നമ്മുടെ GCD ന്യൂസ് ചാനൽ എന്തെങ്കിലും പറയാം? ഞങ്ങൾ ഇങ്ങനെ ഒരു ഏതായാലും ഇത്തരത്തില് സാർ നേരത്തെ പറഞ്ഞ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന്റെ പരിപാടി സംബന്ധിച്ച് ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ചാനലിന് ഇതുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു മനസ്സ് അധ്യായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ യാദൃശ്യമായിട്ട് ഞാൻ ഇതിൽ പോയതാണ്. ബന്ധപ്പെട്ട് അത് ശരി ഭാഗ്യമാണ്. അതെ. കാരണം വെച്ചാല് ഞങ്ങളുടെ ഈ കമ്പനിയുടെ പേര് തന്നെ GCD എന്നാണ്. അപ്പൊ GCD എന്ന് പറഞ്ഞാല് ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. അപ്പൊ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ ഏത് രാജ്യത്തിന്റെ ആൾക്കാർക്ക് സുഗമമായിട്ടുള്ള നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ പേര് തന്നെ തിരഞ്ഞെടുത്തത്. ഞങ്ങളുടെ പ്രവർത്തന രീതി തന്നെ. അപ്പൊ നമുക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഓരോ ആൾക്കാരും
നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ആ. കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം സാധ്യമാകും. തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് ഒറ്റക്കൊറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാല് അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും, ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടാവും, ഇല്ലേ? അതെ. അപ്പൊ അതിനെ മാറ്റിക്കൊണ്ട് ഇതേപോലുള്ള കൺസെപ്റ്റുമായിട്ടുള്ള ആൾക്കാർ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമായിട്ട് മാറും. നമ്മുടെ സമൂഹത്തിൽ മാറ്റം വരുത്താൻ സാധിക്കണമെങ്കിൽ അത് ഒന്നിച്ച് ഒരു കൂട്ടായ്മ ഉണ്ട്, കളക്റ്റീവ് വേണം. അതില്ലാണ്ട് ഒറ്റയ്ക്ക് ഇപ്പൊ ഞാൻ ഒറ്റ കിടന്ന് ഓടിയാലും ഒരു കാര്യം അതെ. അതിന്റെ ലിമിറ്റേഷൻ ഉണ്ടാവും. പക്ഷെ എന്നെ പോലെ പല ദിക്കുകളിൽ നിന്നും പല രാജ്യത്തും ഇതിനകത്ത് ചേരുമ്പോൾ ആ പ്രസ്ഥാനത്തിനും അതിന്റെ മഹത്വം ഉണ്ടാവും. ആ പ്രസ്ഥാനം വഴി ജനങ്ങളിലേക്കും അല്ലെ സമൂഹങ്ങളിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾക്കും ഒരു പ്രസക്തി ഉണ്ടാവും. അപ്പൊ എനിക്ക് അതാണ് കൂടുതൽ അട്രാക്ട് ചെയ്തത്. അതുകൊണ്ടാണ് സൈക്കിൾ കൊണ്ട് നിർത്തിയപ്പോ തന്നെ ഞാൻ നോക്കി. അപ്പൊ എനിക്ക് സാധാരണ ഒരു സൈക്ലിംഗ് റൈഡ് നടത്തുന്ന ഒരാളല്ല, എന്തോ ഒരു വെറൈറ്റി ഫീൽ ചെയ്യും. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോ സൈക്കിളിന്റെ ബാക്കിലും അതിന്റെ സിസ്റ്റം. എന്തായാലും വളരെ സന്തോഷം. ഇത്തരത്തില് അല്പസമയം നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ ഒത്തിരി സന്തോഷം. എന്തായാലും യാത്രകളൊക്കെ വളരെയധികം സുഖകരമാകട്ടെ. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും അതുപോലെ കൂട്ടായ്മയിലൊക്കെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാം. ഈ യാത്രയ്ക്ക് ഉടനീളം എവിടെ ചെന്ന് കഴിഞ്ഞാലും സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് വേണ്ട രീതി കൈകാര്യം ചെയ്യാം. ഇപ്പൊ ട്രിവാൻഡ്രത്ത് ചെല്ലുകയാണെങ്കിലും കൊല്ലത്ത് ചെല്ലുമ്പോഴൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് ഇത്തരം യാത്രകൾക്ക് നമുക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് അതിനെ പറ്റുന്ന ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് പ്രവാസി ഭാരതി ട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ട്രസ്റ്റിന്റെ ഒക്കെ ആൾക്കാർ ഇതുപോലെ തന്നെ കൊല്ലത്തും ട്രിവാൻഡ്രത്തും എറണാകുളത്തും പല പല സ്ഥലങ്ങളും. അപ്പൊ നമ്മുടെ ഒരു സതുദ്ദേശത്തോട് നടത്തുന്ന ഒരു കാര്യം ജനങ്ങളുടെ ഒരു പിന്തുണ കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് വൈഡായിട്ടും എത്തിക്കാൻ പറ്റും. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു. അപ്പൊ ശരി, ഓക്കെ.